ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. കഴിഞ്ഞ ജനുവരി 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വളരെ ഉപകാരപ്പെടുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കണ്ട് നല്ലതുപോലെ പഠിച്ചു വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ജനറൽ പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സാമിന് മുന്നേ എല്ലാം കണ്ടു തീർത്ത് എല്ലാം നല്ലതുപോലെ പഠിച്ചു വയ്ക്കണം. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ടേം ലോഗ് റോളിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ UK, B USA, C ഫ്രാൻസ്, D സ്വിറ്റ്സർലൻഡ്. ആൻസർ ഓപ്ഷൻ B USA. ലോഗ് റോളിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് USA. Log rolling is the trading of favors or quid pro quo such as vote trading by legislative members to obtain passage of actions of interest to each legislative member. ഓരോ നിയമനിർമ്മാണ അംഗത്തിനും താൽപ്പര്യമുള്ള പ്രവർത്തനങ്ങൾ പാസാക്കുന്നതിനായി നിയമനിർമ്മാണ അംഗങ്ങൾ നടത്തുന്ന വോട്ട് ട്രേഡിംഗ് പോലുള്ള ആനുകൂല്യങ്ങളുടെ വ്യാപാരം. അതാണ് ലോഗ് റോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് USA ഒരു സിസ്റ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓതർ ഓഫ് സ്പിയേഴ്സ് ഓഫ് ജസ്റ്റിസ് എ ഡിഫൻസ് ഓഫ് പ്ലൂറലിസം ആൻഡ് ഇക്വാലിറ്റി. ഓപ്ഷൻസ് എ മൈക്കൽ വാൾസർ, B ജോൺ റോൾസ്, C ഫ്രാൻസിസ് ഫുക്കുയാമ, D മൈക്കൽ സാൻഡൽ. ആൻസർ ഓപ്ഷൻ എ മൈക്കൽ വാൾസർ. സ്പിയേഴ്സ് ഓഫ് ജസ്റ്റിസ് എ ഡിഫൻസ് ഓഫ് പ്ലൂറലിസം ആൻഡ് ഇക്വാലിറ്റി, മൈക്കൽ വാൾസർ. The case which dealt with custodial death and custodial torture. Options A SP Gupta vs Union of India. Option B ADM Jabalpur vs Shukla. Option C DK Basu vs State of West Bengal. Option D Keshavananda Bharati vs State of Kerala. Answer option C DK Basu vs State of West Bengal. Match list first with list second. List first A residuary powers of legislation, B interstate council, C all India services, D consolidated fund of India. List second 1 article 263, 2 article 266, 3 article 312, 4 article 248. ആൻസർ ഓപ്ഷൻ സി ആണ്. A4 B1 C3 D2. റെസിജറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ആർട്ടിക്കിൾ 248, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ 263, ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ 312, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 266. Which among the following statement is not true regarding the glass ceiling concept of feminism? Options A discriminatory barriers that prevent women from rising to position of power, B glass ceiling occurs because of the gender identity, C the discriminatory barriers are invisible, D shattering glass ceiling is possible by legislation. What among the following statement is not true regarding the glass ceiling concept of feminism? താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്? ഗ്ലാസ് സീലിംഗ് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻസ് എ ഡിസ്ക്രിമിനേറ്ററി ബാരിയേഴ്സ് ദാറ്റ് പ്രിവെൻറ്റ് വുമൺ ഫ്രം റൈസിംഗ് ടു പൊസിഷൻ ഓഫ് പവർ. അധികാര സ്ഥാപനങ്ങളിലേക്ക് ഉയരുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുന്ന വിവേചനപരമായ തടസ്സങ്ങൾ. ബി ഗ്ലാസ് സീലിംഗ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദി ജെൻഡർ ഐഡൻറ്റിറ്റി. ലിംഗഭേദം കാരണം ഗ്ലാസ് സീലിംഗ് സംഭവിക്കുന്നു.
ഓപ്ഷൻ സി, ദ ഡിസ്ക്രിമിനേറ്ററി ബാരിയേഴ്സ് ആർ ഇൻവിസിബിൾ. വിവേചനപരമായ തടസ്സങ്ങൾ അദൃശ്യമാണ്. ഓപ്ഷൻ ഡി, ഷട്ടറിംഗ് ഗ്ലാസ് സീലിംഗ് ഈസ് പോസിബിൾ ബൈ ലെജിസ്ലേഷൻ. ഗ്ലാസ് സീലിംഗ് തകർക്കുന്നത് നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാണ്. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ്. ഷട്ടറിംഗ് ഗ്ലാസ് സീലിംഗ് ഈസ് പോസിബിൾ ബൈ ലെജിസ്ലേഷൻ. Glass ceiling. The glass ceiling is a colloquial term for the social barrier preventing women from being promoted to top jobs in management. The term has been broadened to include discrimination against minorities. മാനേജ്മെൻറ്റിലെ ഉയർന്ന ജോലികളിലേക്ക് സ്ത്രീകളെ അവരോധിക്കുന്നതിൽ നിന്ന് തടയുന്ന സാമൂഹിക തടസ്സത്തിൻ്റെ ഒരു സംഭാഷണ പദമാണ് ഗ്ലാസ് സീലിംഗ്. ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനം ഉൾപ്പെടുന്ന പദമാണ് വിപുലീകരിച്ചിരിക്കുന്നത്. ദി മോണിറ്ററിംഗ് ഏജൻസി ഓഫ് വർക്ക്സ് അണ്ടർ MNREGA ഇൻ ഗ്രാം പഞ്ചായത്ത് ഈസ് ഓപ്ഷൻസ് എ, ഗ്രാമസഭ, ബി, പഞ്ചായത്ത് കൗൺസിൽ, സി, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രാമസഭ. ദി മോണിറ്ററിംഗ് ഏജൻസി ഓഫ് വർക്ക്സ് അണ്ടർ MNREGA ഇൻ ഗ്രാമപഞ്ചായത്ത് ഈസ് ഗ്രാമസഭ. MGNREGA ഫുൾ ഫോം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. വെൻ വാസ് ദ MGNREGA scheme officially launched? 2nd February 2006. The Mahatma Gandhi National Rural Employment Guarantee Act was passed on 23rd August 2005. What was MGNREGA earlier called? മുന്നേ ഈ സ്കീം അറിയപ്പെട്ടിരുന്നത് ഇറ്റ് വാസ് നോൺ ആസ് ദി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. Are MGNREGS and MGNREGA the same? MGNREGS is a scheme which is based on MGNREGA Act. Number of districts covered under MGNREGA scheme. As of 11th February 2021, 708 districts are covered. 708 ഡിസ്ട്രിക്റ്റിൽ ഇത് കൊണ്ടുവന്നു. കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർ MGNREGA. വേജ് സീക്കേഴ്സ്, ഗ്രാമസഭ, 3 ടയർ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോഗ്രാം ഓഫീസർ അറ്റ് ദി ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം കോഓർഡിനേറ്റർ, സ്റ്റേറ്റ് ഗവൺമെൻറ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, സിവിൽ സൊസൈറ്റി. അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, convergence departments, self-help groups. The United States of America, which following agency enjoys power of trial in impeachment? Options A, Senate, B, House of Representatives, C, President, D, Committee of both houses. Answer option A, Senate. The United States Congress is the legislature of the federal government of the United States. It is bicameral, composed of a lower body, the United States House of Representatives, and an upper body, the United States Senate. It meets in the United States Capitol in Washington, D.C. Members are chosen through direct election. Through vacancies in the Senate may be filled by a governor's appointment. Congress has 535 voting members, 100 senators and 435 representatives. The Vice President of the United States, as President of the Senate, has a vote in the Senate only when there is a tie. The House of Representatives has 6 non-voting members. അമേരിക്കൻ പാർലമെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ്. ഇറ്റ് ഈസ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദി ഫെഡറൽ ഗവൺമെൻറ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് ബൈക്യാമറൽ, കമ്പോസ്ഡ് ഓഫ് എ ലോവർ ബോഡി, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ആൻ അപ്പർ ബോഡി, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റ്. അവിടുത്തെ ലോവർ ഹൗസ് അറിയപ്പെടുന്നത്, അവിടെ ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. 2 സഭകളുണ്ട്.
ദ സെനറ്റ് ആൻഡ് ദി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ലോവർ ഹൗസാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, അപ്പർ ഹൗസ് ദ സെനറ്റ്. അമേരിക്കയിലെ ക്യാപിറ്റലായ വാഷിങ്ടൺ DC-യിലാണ് ഈ യോഗം ചേരുന്നത്. മെമ്പേഴ്സ് ആർ ചൂസൺ ത്രൂ ഡയറക്റ്റ് ഇലക്ഷൻ. ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സെനറ്റിലെ ഒഴിവുകൾ ഗവർണറുടെ നിയമനത്തിലൂടെ നികത്തപ്പെടുമെങ്കിലും അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിൽ 535 വോട്ടിംഗ് അംഗങ്ങളുണ്ട്. 100 സെനറ്റർമാരും 435 പ്രതിനിധികളും. സെനറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വൈസ് പ്രസിഡന്റിന് സെനറ്റിൽ വോട്ട് ഉണ്ടാകുന്നത് സമനിലയിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യാത്ത 6 അംഗങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എഴുതിയെടുത്ത് ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആകെ 535 വോട്ടിംഗ് മെമ്പേഴ്സ്, 100 സെനറ്റേഴ്സും 435 റെപ്രസെൻറ്റേറ്റീവ്സുമാണ് ഉള്ളത്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലാണ് വോട്ട് ചെയ്യാത്ത 6 മെമ്പേഴ്സ് ഉള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.